ആ താജുൽ ഉലമക്ക് അല്ലാഹു കൊടുത്തു പദവി. എന്തേ? അതെ, ചെയ്യുന്ന ഏത് വിഷയത്തിലും ഉണ്ടാകുന്ന തഖ്വ. താജുൽ ഉലമ അതെ കൗശലം പറയേണ്ടടുത്ത് കൗശലം പറഞ്ഞിട്ടുണ്ട്, ജനങ്ങളെ സമീപിക്കേണ്ട ജനങ്ങളെ സമീപിച്ചിട്ടുണ്ട്, കുടുംബത്തെ നോക്കേണ്ടത് കുടുംബത്തെ നോക്കിയിട്ടുണ്ട്, ദർസും നടത്തിയിട്ടുണ്ട്, ശിഷ്യന്മാർക്ക് കൊടുക്കേണ്ട എല്ലാ ആശീർവാദവും കൊടുത്തിട്ടുണ്ട്. അത് പൂർണ്ണത അടങ്ങിയിട്ടും അതെ അല്ലാഹു അവർ ദീനെ പ്രബോധനം ചെയ്യാൻ അവർ സമയം കണ്ടെത്തി അവർ നടത്തിയിട്ടുമുണ്ട്. ഞാനൊരു സംഭവമാണ് എന്നുള്ളൊരു കിബർ ഉണ്ടായിട്ടില്ല. അത് തന്നെയാണ് അല്ലാഹു അവർക്ക് ഉയർച്ച. മാത്രമല്ല പറഞ്ഞ കാര്യം ഉറച്ചു നിന്നുകയും ചെയ്തു. എന്തേ? പഠിച്ചത് ഉറപ്പുണ്ട്. അതില്ലാത്താണ് ഈ കാലഘട്ടവും. നമുക്ക് തന്നെ സംശയമല്ല ചെയ്ത കാര്യത്തിൽ സ്വീകരിക്കുമെന്നില്ല, പിന്നീട് അത് സ്വീകരിക്കേണ്ട. അതുകൊണ്ട് തന്നെ അവരെ കൂടെ നിന്ന അനുയായികൾക്കും അല്ലാഹു എന്ത് ചെയ്തു? അവർക്കും കൊടുത്തു ആ ഒരു ഈമാന്റെ പവർ അല്ലേ? സംഘടന പറയുന്നല്ല, സുന്നത്ത് ജമാഅത്ത് പറഞ്ഞ ഏക വ്യക്തി പിന്നെ ഇന്ന് എന്തായി? ഒരു കൂട്ടമായില്ലേ? കേരള കർണാടക എന്നുള്ളത് മാത്രമാണോ? ലോകമൊട്ടാകെ അല്ലാഹു എത്തിച്ചില്ലേ? എന്തേ? അതെ, ആ നേതാവ് ആര്? നേതാവിന് ഉറപ്പുണ്ട്. അപ്പോ അല്ലാഹു അവരെ കൂടെ നിന്ന് അനുയായികൾക്കും അല്ലാഹു എന്ത് ചെയ്തു? അവരെ ദുആയിൽ സ്വീകരിക്കുന്ന അനുയായികളെ അല്ലാഹു എത്തിച്ചു കൊടുത്തു. അതാണ് ഒരു നേതാവിനെ കൊടക്കയിൽ നിൽക്കാന്ന് പറഞ്ഞാൽ അതാണ് വേണ്ടത്. അത് തെറ്റിലാണെങ്കിൽ അങ്ങനെ തന്നെ, എല്ലാത്തിലും അതുണ്ടാവും. അല്ലാഹു റഹ്മാനു റഹീമും അല്ലേ? അല്ലാഹു കൊടുക്കൂലേ? അതിന് നമ്മൾ അസൂയപ്പെടരുത്. പക്ഷെ നമുക്ക് തന്ന നിഅമത്ത് അതേതാ? അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ മുഅ്മിനായി ജനിച്ചു എന്നുള്ള ആദ്യത്തെ നിഅമത്ത്. പിന്നെ ആ നിഅമത്തിന് വേണ്ടി ശുക്ർ ചെയ്യാം, എന്നിട്ട് അതിൽ എന്താ അടിയുറച്ച് വിശ്വസിക്കാം. അതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടടക്കേണ്ടത്. അല്ലാതെ മുഅ്മിനായി ജനിച്ച് എന്നിട്ട് കാഫിറായിട്ട് മരിക്കുന്ന രൂപത്തിലേക്ക് പോകരുത് എന്ന് പറഞ്ഞാൽ സയ്യിദന്മാരെയോ ആലിമീങ്ങളെയോ കുറ്റം പറയുക, തെറി പറയുക, അല്ലെങ്കിൽ ബിദ്അത്തിനോട് യോജിച്ച് നിൽക്കുക, അല്ലെങ്കിൽ പ്രമാണിമാർക്ക് യോജിച്ച് നിൽക്കുക, അതല്ല ദീൻ. ദീൻ എന്ന് പറഞ്ഞ ഒരു ചട്ടക്കൂടുണ്ട്. അത് തങ്ങൾക്കും കണക്കാന്ന്, മൊയിലാറിനും കണക്കാ, കുത്തുബിനും കണക്കാന്ന്. ആ ചട്ടക്കൂടിൽ ജീവിച്ചാവുന്നു അവനക്ക് ജീവിതമുണ്ട് ഇല്ലേ? അള്ളാഹു തങ്ങളാന്നുള്ളത് ഇത് വേറെ. പക്ഷെ ദീന്റെ വിഷയത്തിൽ അള്ളാഹു തങ്ങളെയും എടുത്ത് ചാടി. പിന്നീട് അള്ളാഹു ആ തങ്ങളെ രൂപത്തിലെത്തിക്കുമെന്നെങ്കിലും ആ വിഷയത്തിൽ അള്ളാഹു അവരെയും മാറ്റി നിർത്തും. അത് മനസ്സിലാക്കൊണ്ടാണല്ലോ ഇപ്പൊ താജുൽ ഉലമ പറഞ്ഞത്. അല്ലെങ്കിൽ താജുൽ ഉലമ ഇപ്പൊ ഇവിടെ വന്ന് പറയണോ? എത്രയോ പ്രസംഗത്തിൽ ഞാനും നിങ്ങളും കേട്ടിട്ടുണ്ട്, അഹ്ലുസുന്ന വൽ ജമാഅത്തോട് കുറിച്ച് വിശ്വസിക്കണം. എന്താണ് അഹ്ലുസുന്ന വൽ ജമാഅത്ത്? സുന്നത്തുർ റസൂലില്ലാഹി വ ജമാഅത്തിസ് സ്വഹാബ. അതാണ് കുറിച്ച് വിശ്വസിക്കലാണ് എന്നുള്ളത് അല്ലേ? അങ്ങനാണെങ്കിൽ താജുൽ ഉലമ വന്നിട്ട് എന്താ പറയേണ്ടത്? അവിടുത്തെ ശിഷ്യന്മാർ ഖുറത്തു സാദാത്ത്, അവിടുത്തെ മകനുമാണ് ശിഷ്യനുമാണ്. എന്താ പറയേണ്ടത്? വന്നിട്ട് നിങ്ങൾ കോലാഹലം ഉണ്ടാക്കണം, അല്ലെങ്കിൽ മഹല്ലത്തിൽ പ്രശ്നം ഉണ്ടാക്കണം എന്നാണോ? ദീനെതിരെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അവരെ മാറ്റി നിർത്തണം. അവരൊരു നിലക്കും അംഗീകരിക്കരുത്. അത് ഏത് നാട്ടിലാണെങ്കിലും ശരി. അത് ആലിമിനെ പറയാൻ കഴിയുള്ളൂ. യഥാർത്ഥ ആലിമിന് അത് ആ രൂപത്തിൽ പറയാനും കഴിയുള്ളൂ. എന്തേ? ആലിമിന്റെ ഡ്യൂട്ടി പ്രബോധനം ചെയ്യലാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു തആല അവർക്ക് ആ വറസത്ത് കൊടുത്തതും. അതുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നതും. സ്വന്തം നാട്ടിൽ വന്നിട്ടാണോ ഇപ്പൊ ഈ വർത്താനം പറയുന്നത്? ഞാനിപ്പോൾ നാട്ടിൽ വന്നിട്ടല്ല. നമ്മളെല്ലാം ഉസ്താദി കാണുന്ന ഉസ്താദന്മാരെല്ലാം ഡ്യൂട്ടി അള്ളാഹിന്റെ ഇൽമ പഠിച്ചത് കൊണ്ട് പിന്നെ എത്തിക്കലാം. അത് ആ രൂപത്തിൽ പറഞ്ഞാൽ ആ രൂപത്തിൽ തഖ്വയോടുകൂടി ഉള്ള ഹക്ക് പറഞ്ഞാൽ അള്ളാഹു കൂടെ നിൽക്കും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. അതുകൊണ്ടാ മോത്തോക്കി പറയുന്നത്. പിന്നെ വരുന്നിടത്ത് വെച്ച് അത് ദുന്യാവില്ല അടിയാണെങ്കിൽ അടിക്കടിയാ, ഞാൻ അടിയാൻ അവനെ നോക്കൊന്നും വേണ്ട. ഏതാ ജനിച്ചൊന്ന് മരിക്കും, അത് ഉറപ്പാണ്. അത് ദീനിന് വേണ്ടിയിട്ട് മരിക്കാൻ പറ്റില്ല.
മരിക്കാനില്ലല്ലോ. അള്ളാഹ്ക്കറിയില്ല. ഇപ്പൊ ജനിപ്പിച്ച അള്ളാഹ്ക്കറിയില്ല. ഇപ്പൊ നമ്മളെ മരിപ്പിക്കാൻ ഇപ്പൊ അമ്മ ഇനിയിപ്പോ കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ? വലൗ യുഅഖിറുല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ അല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. അവല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ എന്ന് പറഞ്ഞ ലഫ്ള് എന്തേ അവിടെ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയാത്തത്? മുഫസ്സിരീങ്ങളോട് ചർച്ചയുണ്ട്. എന്തേ എല്ലാത്തിനും കഴിവുള്ളവനല്ലേ എന്ന് പറഞ്ഞില്ലേ? ഇല്ല. ബിമാ തഅമലൂൻ, അറിയുന്ന ഒന്നിനെ പറ്റി എന്നുള്ളതല്ലേ. എന്ന് പറഞ്ഞാൽ എന്താ? അതേ അവനവന്റെ നഫ്സിന്റെ എല്ലാ അവസ്ഥയും അള്ളാഹുവിനെ അറിയും. അപ്പോൾ നല്ല ആലിമീങ്ങളുടെ വഫാത്ത് അത് പെട്ടെന്നുള്ള മരണമല്ല. അവരുടെ മരണം അതേ അവർ ഒരുങ്ങിയിട്ടുള്ള മരണമാണ്. അതാണ് അല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ, അറിയുന്ന ഒന്നിനെ പറ്റി എന്ന് അവിടെ പറഞ്ഞത്. ഇനി അതല്ല, അതേ സാധാരണക്കാരന്റെ മരണമാണെങ്കിൽ അത് കഴുതന്റെ മരണമാണ്. എന്തേ കഴുതനോട് ഉപമിച്ചു? മുഫസ്സിരീങ്ങൾ എന്തിനെ കഴുതയോട് ഉപമിച്ചു? പറയണമെങ്കിൽ ഒരുപാട് ഉണ്ട്. ചെറുതൊന്ന് പറയാം. കഴുത എന്നുള്ള ആ ജീവി എന്തിനുള്ളതാണ്? പണ്ട് കാലം മുതലേ ചാടും മാടും ചപ്പും ചവറും എടുക്കുന്നതല്ലേ ഈ കഴുത. അതുപോലെയാണല്ലോ ഈ സാധാരണക്കാരനും. അവനെന്താക്കിയിട്ടില്ല? അള്ളാഹുവിനേക്ക് മടങ്ങാനുള്ള ചിന്തിച്ചോ? ഇല്ല. അതിനെ നാളത്തെ ആഖിറത്തിനേക്ക് വേണ്ടി ഖബറിലേക്ക് വേണ്ടി ഓൻ ഉണ്ടാക്കിയോ? ഇല്ല. ഓൻ എന്ത് ചെയ്തു? ദുന്യവിയായ എല്ലാ നിഅമത്തും അതേ ആ നിഅമത്തിനോ ശുക്ർ ചെയ്തിട്ടില്ല. അല്ലാഹു നാളെ ചോദിക്കൂലേ, നിനക്ക് കാറ് തന്നു, ആ കാർ എന്തിനുപയോഗിച്ചു? നിനക്ക് സമ്പത്ത് തന്നു, എന്തിനുപയോഗിച്ചു? 2 ഡ്രസ്സ് തന്നു, 3ാമത്തെ ഡ്രസ്സ് എന്തിന്? ഇസ്രാഫിനാണോ അല്ലെങ്കിൽ നിഅമത്തിനാണോ? അല്ലെങ്കിൽ അതേ ഓന്റെ ശുദ്ധിയെ അറിയിക്കാനാണോ? അല്ലെങ്കിൽ അത് വൃത്തിയെ അറിയിക്കാനാണോ എന്നുള്ള നിഅമത്ത് അതും അല്ലാഹുവിന്റെ അടുത്ത് പരിപാടി പറയേണ്ടതുണ്ട്. അങ്ങനെ അതേ ഈ വ്യക്തി നിഅമത്തിനും ശുക്ർ ചെയ്തില്ല. എന്നാലോ ഓനക്ക് ദുന്യവിയായ നിഅമത്ത് കിട്ടിയ സമയത്ത് ദുന്യവിയായ നിലക്കുള്ള ശുക്ർ ചെയ്തപ്പോൾ അല്ലാഹുവിന്റെ ആഖിറത്തിലേക്കുള്ള ആ ഖബറിലേക്ക് വേണ്ടിയിട്ടുള്ള നിഅമത്ത് അതുപോലത്തേക്കുള്ള എല്ലാ നിലക്കുള്ള സൽക്കർമ്മങ്ങൾ അവൻ ചെയ്യാത്ത കാലത്തോളം ഇവൻ കഴുതേ പോലെയല്ലേ. എന്തേ? ദുന്യവിയായ ചാടും മാടും ഇവൻ എന്ത് ചെയ്തു? ഏറ്റെടുത്തു. അതന്നെയാണ് ആ ഉപമിച്ചത്. എന്ന് പറഞ്ഞാൽ കഴുത എല്ലാ ചാടും മാടും എടുക്കുമ്പോ കഴുതയാകുന്ന നമ്മളെ പോലത്തോർ എന്ത് ചെയ്തു? ദുന്യവിയായ പലിശക്ക് കൂട്ടുന്നു. മാത്രമല്ല ദുന്യവിയായ ഈ കാലഘട്ടത്തിലുള്ള ഫിത്നക്ക് കൂട്ടുന്നു. മാത്രമല്ല കാലഘട്ടത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കല്യാണം എന്തോവട്ടെ അതിന് നമ്മൾ എന്ത് ചെയ്തു? ആ ദുന്യവിയായ ഉണ്ടാകുന്ന എല്ലാ പാട്ടും കൂത്തിനും ഞങ്ങൾ കൂട്ടുനിന്നു. ഇനി പുതിയ ടെക്നോളജി വരുന്നുണ്ട്, എന്ന കാലത്തിനടുത്ത് കോലം കെട്ടല്ലേ എന്നുള്ള രൂപത്തിൽ അതിനും ഞങ്ങൾ കൂട്ടുനിന്നു. അത് തന്നെയാണ് ആ കഴുത എന്ന് പറഞ്ഞതിന്റെ രൂപം. അങ്ങനെ മുഫസ്സിരീങ്ങൾ ഉപമിക്കുകയാണ്. എന്ത്? വല യുഅഖിറു നഫ്സൻ, അജലെത്തിയാ മരിക്കും, പിന്തിക്കൂല. സാധാരണക്കാരന്റെ കഴുതൻ്റെത് പോലെ. ഇവിടുന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് അല്ലാഹു മക്കളെ തന്നിന് അത് നിഅമത്ത് തന്നെയാണ്. ആ മക്കളെ പോറ്റാന്നുള്ള ഇസ്ലാമിന്റെ ഒരു ബാധ്യതയാണ്. അത് അല്ലാഹുവിനോട് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. എനിക്ക് മക്കളെ നോക്കാണ്ട് ഇന്നത്തെ ബാധ്യത പറയാണ്ട് പിന്നെ ഞാൻ അല്ലാഹ്ക്ക് അറിയൂല. റബ്ബിന്റെ ഭാഗത്ത് 5 എണ്ണമുണ്ട്. അതിലൊന്നാണ് മനിയെന്നുള്ളത് അഥവാ ജസദ്, ഞങ്ങൾ പിന്നെ ഒന്നോ പ്രസവം എന്നുള്ളത്. ഇത് രണ്ടിന് റബ്ബിനോട് ചോദിക്കാൻ പോയാൽ എന്തായിരിക്കും അവസ്ഥ എന്നതുപോലെ. അപ്പൊ അതിനുണ്ടാകുന്ന ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കലും അതും മാതാപിതാക്കളുടെ കടമയാണ്. 9 മാസം വയറ്റിന്റെ ഉള്ളിൽ നിന്ന് ഞാനും നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ? ഞാനും നിങ്ങളാണോ ഭക്ഷണം കൊടുത്തത്? വേണ്ട. 3-ാം മാസം രക്തക്കട്ടയായി. നമ്മളാക്കിയതാണോ? നമ്മളാക്കിയാലാവോ? നമ്മളെ ബ്ലഡ് പുറത്ത് വെച്ചിട്ട് നിങ്ങൾ ഇനി എത്രയോ ഡിഗ്രീന്റെ മുകളിൽ വെച്ചാലും ബ്ലഡ് കട്ടാകുന്നുണ്ടോ? ഇല്ല. നമ്മളെ കൊണ്ടാവൂല. അത് അള്ളാഹിനെ കൊണ്ട് നടക്കുന്ന കാര്യം. പിന്നെ അതിന് നമ്മളിനി അത്ര അസൂയല്ല, അപ്പുറത്തെ അസൂയ വെച്ചിട്ടും കാര്യമില്ല.
അതാണ് അള്ളാഹ്. അപ്പൊ നമ്മ റബ്ബിനോട് കുതിര കയറി കളിച്ചാൽ അതെ കളിക്കുന്ന കളി അവന്റെ ചോരത്തളപ്പ് കളിച്ചോ, എതിർപ്പില്ല. അള്ളാഹു പിന്നീട് ഒരു പിടുത്തം പിടിക്കും. അത് തന്ന സമ്പത്ത് തിരിച്ചു പിടിക്കും. ഒന്നിക്ക് രോഗം തന്ന്, അല്ലെങ്കിൽ അവന്റെ മക്കളെ വേറെ രൂപത്തിൽ ശിക്ഷിച്ച്, അല്ലെങ്കിൽ അവനെ തന്നെ ശിക്ഷിച്ച്, അല്ലെങ്കിൽ വേറെ രൂപത്തിൽ ഏതെങ്കിലും അള്ളാഹു ശിക്ഷിക്കും. അധികാരമുണ്ട്. അക്ബർ അള്ളാഹു അല്ലേ. ആ ഓർമ്മിപ്പിക്കലല്ലേ അള്ളാഹുവിന്റെ നിസ്കാരത്തിൽ 5 വക്ത നിസ്കാരത്തിൽ ഞാനും നിങ്ങളും അള്ളാഹു അക്ബർ എന്ന് പറയുന്നത്. ആ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞതിന്റെ ഫുഖഹാക്കൾ പറയുന്നത് എന്താ? മഹല്ലിമാമിനെ പോലത്തെവരൊക്കെ അക്ബർ എന്ന് പറയലോടുകൂടി തന്നെ ഈ മഹലിൽ ഇങ്ങനെ ചുമന്ന് വരാൻ തന്നെ കാരണം എന്താ? റബ്ബല്ലാത്ത ഏറ്റവും വലിയ കിബറിന് അധികാരം അല്ലാതല്ലാതെ നമ്മളില്ല തന്നെ. അങ്ങനത്തെ ഞങ്ങൾ മനസ്സിലാക്കാണ്ട് നിസ്കരിക്കുന്നു. അപ്പൊ ആ നിസ്കാരം അങ്ങനെ കഴിഞ്ഞു പോന്നു. അത് മനസ്സിലാക്കിയില്ല നിസ്കാരമാണെങ്കിൽ അതേ ശേഷമുള്ള ചെയ്യുന്ന നിഅമത്തിനും ശേഷം ചെയ്യുന്ന തെറ്റിനും നമുക്ക് ബോധമുണ്ടാകും. ഇല്ലെങ്കിലോ ഒന്നിനും ബോധം ഉണ്ടാവില്ല. പറഞ്ഞ മാതിരി മരിച്ചാൽ ഓനക്ക് ഓർമ്മ